ഡോക്ടർ ഗോപകുമാർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ പ്രധാനമന്ത്രി ഇത് ചരിത്രപരം എന്നതാണ് ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇലക്ഷൻ നടക്കുന്ന സ്റ്റേറ്റുകളിലൊക്കെ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാണ്. അത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ തങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. ഇവിടെ ഇപ്പോൾ ഇത് പാസ്സാകാൻ ആത്മാർത്ഥതയില്ല ബി ജെ പിയുടെ സമീപനങ്ങൾ എന്നതാണ് 2023 ഇത് കൊണ്ടുവന്നിട്ട് 24 പ്രായോഗികമാക്കാത്തതിനെയും ഒപ്പം തന്നെ ഇപ്പോൾ ഈ ഉപാധികൾ വെക്കുന്നതിനെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷം പറയുന്നത് അത് മറ്റ് ചില ലക്ഷ്യങ്ങളോട് കൂടിയാണ് എന്നത് പറയുന്നു. ബി ജെ പിയെ സംബന്ധിച്ച് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ പ്രതിപക്ഷത്തിനെ സഹകരിപ്പിച്ചുകൊണ്ട് ഇത് നടത്താൻ പറ്റുന്ന മാർഗങ്ങളില്ലേ? ഇതിപ്പോൾ ഞങ്ങളല്ല, പ്രതിപക്ഷമാണ് ഇതിനെ തകർത്ത് കളഞ്ഞത് എന്ന് പറയുകയും ചെയ്യാം, മറ്റു ചില ലക്ഷ്യങ്ങൾ നേടുകയും ചെയ്യാം എന്ന ഒരു ഗൂഢതന്ത്രം ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ടോ? എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം രാജ്യത്തിലെ മിക്കവാറും എല്ലാ പാർട്ടികളിലും ഒരു പുരുഷ മേധാവിത്വ ഘടനയുണ്ട്. കാരണം അങ്ങനെ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാര്യത്തിലെങ്കിലും 33% സംവരണം നടത്തുന്നതിന് പാർട്ടിക്കകത്ത് തടസ്സമൊന്നുമില്ല. 96-ന് ശേഷം എത്ര കൊല്ലം കടന്നുപോയി, എന്താ മറ്റു പാർട്ടികളും ചെയ്യാത്തത്? അപ്പോൾ അതുകൊണ്ട് എല്ലാ പാർട്ടികളിലും പുരുഷ മേധാവിത്വമുണ്ട് എന്നുള്ളൊരു വസ്തുത നമ്മൾ അംഗീകരിക്കുക. അതൊരു ഫാക്റ്റാണ്. ഇത് പഴയ കാലത്ത് വന്നപ്പോൾ പോലും അക്കാലത്ത് മുലായം സിംഗ് യാദവും ലാലു പ്രസാദ് യാദവും ഒക്കെ പറഞ്ഞതൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. ഞങ്ങൾ വെയിൽ കൊണ്ട് നേടിയതാണ്, കഷ്ടപ്പെട്ട് റോഡിൽ കിടന്ന് സമരം ചെയ്ത് തെരുവിൽ കിടന്ന് സമരം ചെയ്ത് നേടിയതാണ്, അതങ്ങനെ സംവരണം കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് 1/3 ഇതിനകത്തു നിന്ന് കൊടുക്കുന്നതിനെ പുരുഷ മേധാവിത്വം എതിർത്തതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇക്കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും 96-ന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു 10-12% പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥികൾ നിർത്തുന്നതല്ലാതെ ഒരു പാർട്ടിയും അതിൽ ആത്മാർത്ഥത കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഭരണഘടനാ ഭേദഗതി വേണം എന്ന് പറയുന്നത്. അത് വന്നു, 106-ാമത്തെ ബില്ല് പ്രകാരം അത് പാസ്സായി. 106-ാമത്തെ ബില്ല് പാസ്സായത്തെ പശ്ചാത്തലത്തിൽ ഭരണഘടനാ ആക്ട് പാസ്സായി. ആ ആക്റ്റായി വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത് 2029 ഇലക്ഷനിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുമെന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്. അതിന് മുമ്പ് സെൻസസ് തീർക്കും എന്നുള്ള പ്രതീക്ഷയാണ്. ഇപ്പോഴത്തെ ബില്ലിൽ കണ്ടിരിക്കുന്ന ഒരു വ്യത്യാസം, ഒന്ന്, 2029 സെൻസസിൻ്റെ ഡേറ്റ വെച്ചല്ല ഇത് ചെയ്യാൻ പോകുന്നത്, 2011 സെൻസസ് വെച്ചുകൊണ്ടാണ്. അത് തീർച്ചയായിട്ടും ഒരു തർക്ക വിഷയം തന്നെയാണ്. അങ്ങനെ ഒരു സെൻസസ് 2029 നടക്കാനിരിക്കുമ്പോൾ അത് കഴിഞ്ഞാണ് ഇത് നടത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ശാസ്ത്രീയമാവില്ലായിരുന്നോ? ഒന്ന്. മറ്റൊന്ന്, ഈ രാഷ്ട്രീയ പാർട്ടികളിലെ പേട്രിയാർക്കി എന്ന് പറയുന്ന വിഭാഗത്തിന് കോട്ടം തട്ടാത്ത രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. എന്താണെന്ന് മനസ്സിലാക്കാം. 1/3 കൊടുക്കുന്നത് 543 നല്ല കൊടുക്കുന്നത് 850 നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് നിലവിലുള്ള മണ്ഡലങ്ങൾ പൊതുവിൽ പുരുഷ മേധാവിത്വത്തിനുള്ള ആ ഒരു ശക്തി അത് നഷ്ടപ്പെടുന്നില്ല, അത് അതുപോലെ തുടരുന്നു. അഡീഷണലായിട്ട് 1/3 വരുന്നു, ആയിക്കൊള്ളട്ടെ. എന്നാലും 15 വർഷത്തേക്കാണെങ്കിൽ പോലും ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്ന 15 വർഷം എന്നാണ്, അത് നീട്ടി കൊണ്ടുപോകാം. അങ്ങനെ ഇത് അത്യാവശ്യമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കാരണം ഇത്രയും ജെൻഡർ ഇൻബാലൻസും എക്സ്പ്ലോയിറ്റേഷനുള്ള രാജ്യത്ത് രാഷ്ട്രീയത്തിൽ കൂടിയും പാർലമെൻറ്റിൽ കൂടിയും നിയമസഭകളിൽ കൂടിയും മാത്രമേ സ്ത്രീകൾക്ക് അവരുടെ കാര്യങ്ങൾ നേടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബില്ല് പാസ്സായി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ഇതിനിടയ്ക്ക് മണ്ഡല പുനർനിർണ്ണയം എന്നുള്ള കാര്യം വന്നതാണ് ഇവിടെ ഒരു ഇഷ്യൂ വന്നത്. അപ്പോൾ മണ്ഡല പുനർനിർണ്ണയം 2029 ഞങ്ങൾ എടുക്കണില്ല എന്ന് ഗവൺമെൻറ് പറയുകയും 2011 ഇപ്പോൾ 2029 18 വർഷത്തെ വ്യത്യാസമാണ്. ആ പഴയ ഡേറ്റ വെച്ചാണ് ഇത് റിന്യൂ ചെയ്യാൻ പോണത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ കീറാമുട്ടിയായി നിൽക്കുന്നത്. ഈ രണ്ട് ഫാക്ടേഴ്സും ഒരുമിച്ച് പോകാത്തതാണ് ഈ വിഷയം വിവാദമാകാൻ കാരണം. പിന്നെ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് ഒരുപക്ഷെ പാസ്സാകാതിരുന്നാൽ അതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിൻ്റെ തലയിൽ വയ്ക്കാനാണോ എന്ന് പറയുന്നതിൽ എത്ര സാങ്കത്യമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം എന്തായാലും ഈ ബില്ല് പാസ്സായല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ ഇത് കൊണ്ടുവന്നല്ലേ പറ്റൂ. അപ്പോൾ ഇത് തോക്കാൻ വേണ്ടി ഒരു ബില്ല് കൊണ്ടുവന്നതാണ് എന്നെനിക്ക് അങ്ങനെ ഒരു സ്ട്രാറ്റജി ഭരണകക്ഷി എടുക്കുമോ? 3/2 ഭൂരിപക്ഷം വേണം, അതിന് തർക്കമൊന്നുമില്ല. അപ്പോൾ ഇത്രയും വലിയ പ്രധാനപ്പെട്ട പക്ഷേ 3/2 ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ ഇത് പാസ്സാകത്തുമില്ല. 2 സഭകളിലും അത് 3/2 ഭൂരിപക്ഷം വേണം. അതിൻ്റെ എന്തെങ്കിലും കണക്കുകൂട്ടൽ ചെയ്യാതെ ഇത് കൊണ്ടുവരുമോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതോടൊപ്പം ഇത് പാസ്സാകുന്നു എന്നിരിക്കട്ടെ, വാസ്തവത്തിൽ അപ്പോൾ 2029 ഡേറ്റ വെച്ച് വീണ്ടും നമ്മളൊരു പുനർനിർണ്ണയത്തിന് പോകുമോ? അതൊക്കെ വാസ്തവത്തിൽ ഇത്രയും വൈകി വന്ന സമയത്ത് അതും കൂടി ഒന്ന് ആലോചിച്ചിട്ട് 2 വർഷത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് 2029 അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നാൽ എന്താണ്?
പക്ഷേ 2011 ഡേറ്റ വെച്ചത് ചെയ്യുമ്പോൾ വീണ്ടും ഈ മണ്ഡല പുനഃക്രമീകരണം വേണ്ടി വരും. ഈ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് വാസ്തവത്തിലൊരു ഫെഡറൽ ഇഷ്യൂ തന്നെയാണ്. കാരണം രാജ്യത്ത് നമ്മളെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഒരു ഘടകമാണ്. അതിനകത്ത് അവർക്ക് ഒരാൾക്ക് എത്ര പേരെ, ഒരു റെപ്രസെൻറ്റേറ്റീവ് എത്ര ലക്ഷം പേരെ അവർ റെപ്രസെൻ്റ് ചെയ്യാൻ, പ്രതിനിധീകരിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ റെപ്രസെൻറ്റേറ്റീവ്സ് അതാത് സ്റ്റേറ്റുകളുടെ ഇഷ്യൂസ് കൊണ്ടുവരുമ്പോൾ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് മറ്റ് നയങ്ങളിൽ എങ്ങനെയാണ്. അതാണ് ഇവിടെ ഇപ്പോൾ ദക്ഷിണേന്ത്യ ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പോൾ അതുണ്ടാകുന്ന വിവാദ വിഷയം ഇതാണ്. കാരണം രാജ്യത്തിൻ്റെ ഭാവി നിൽക്കുന്നത് ഒരു സമീകൃതമായ ഒരു ബോഡി പോളിറ്റിയിലാണ്. അപ്പോൾ അങ്ങനെ രാജ്യത്തിലെ വളർച്ച ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഏറ്റവും ബാക്ക്വേർഡാണ്. അവരെ പോലും ഒരുമിച്ച് കൊണ്ടുവന്ന് അവർക്കുള്ള സ്പെഷ്യൽ പാക്കേജ് എല്ലാം കൊടുത്ത് ഒരുവിധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ അതേസമയം സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിന് ഈ ആക്ഷേപം വരാതിരിക്കണം. കാരണം അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് അവരെ ശിക്ഷിക്കപ്പെടാനും പാടില്ല. തീർച്ചയായും നമുക്കറിയാം 76-ലും 2001-ലും ഈ ജനസംഖ്യ ആനുപാതികം അല്ലെങ്കിൽ ആ രീതിയിലുള്ള മണ്ഡല പുനർനിർണയത്തിന്റെ പ്രശ്നം ഇതുപോലെ ഉയർന്നപ്പോഴാണ് അത് 2 തവണയും 25 വർഷത്തേക്ക് വേണ്ട എന്ന് വെച്ചത്. ഇനി ഒരു 25 വർഷം കൂടി അത് വേണ്ടാന്ന് വെക്കാനുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? അങ്ങനെ എടുത്താൽ അതും ആത്മഹത്യാപരമാവില്ലേ? അതെ, തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുകയൊക്കെ ചെയ്യും. പക്ഷെ അത് ചെയ്യുന്നത് ശരിയല്ല. കാരണം ഇപ്പോൾ തന്നെ 55 വർഷം കഴിഞ്ഞു. ഇനി 25 വർഷം കൂടെ പോയി 81 വർഷമാകും. അത് ശരിയല്ല, ഒരിക്കലും ശരിയല്ല. കാരണം രാജ്യത്തെ ജനസംഖ്യ വളർന്നുകൊണ്ടിരിക്കും. ഇപ്പം 147 കോടിയാണ്. അടുത്ത വർഷം 150 കോടിയാവും. ഇത്രയും വലിയ ജനസംഖ്യയുള്ള രാജ്യത്ത് അതിൽ 100 കോടി വോട്ടേഴ്സെങ്കിലും ഇപ്പോൾ തന്നെ കാണും. അപ്പോൾ ആ നിലയ്ക്ക് ഇത് ചെയ്യേണ്ടതാണ്, അപ് ടു ഡേറ്റ് ആക്കേണ്ടതാണ്. ആ നിലയ്ക്ക് ഈ 2027 ഡേറ്റ വെളിയിൽ വരാൻ വലിയ സമയമൊന്നും എടുക്കില്ല. ഇപ്പോൾ പഴയ കാലമല്ല. കാരണം സെൻസസ് എന്ന് പറയുന്നത് ടെക്നോളജി വളരെ സൗകര്യമായതുകൊണ്ട് ആൾക്കാരെ കൗണ്ട് ചെയ്യാനും അവരെ കാറ്റഗറി എടുക്കാനും ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഗവൺമെൻറ് തന്നെ ഇതിനകത്ത് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്സിനുള്ള റെപ്രസെൻറ്റേഷൻ പറയുന്നുണ്ട്. അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ ചില പാർട്ടികൾ ആവശ്യപ്പെട്ട രീതിയിൽ അതിനകത്ത് OBC റിസർവേഷൻ അത് പറയുന്നില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. കാരണം ജനറൽ നമ്മുടെ രാജ്യത്തിലെ പൊതുവിൽ നോക്കിക്കഴിഞ്ഞാൽ SC/STക്ക് മാത്രമേ റിസർവേഷൻ ഉള്ളൂ, OBCക്ക് ഇല്ല. ഭരണഘടനയുടെ അടിസ്ഥാന തത്വത്തിലതില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ആവശ്യപ്പെട്ട പാർട്ടികളൊക്കെ ഇനി അത് കൊണ്ടുവന്നില്ല എന്ന് പറയുന്നതിനകത്തും വലിയ കാര്യമില്ല. തീർച്ചയായും. എന്തായാലും ഈ ആശങ്കകൾ നാളെ പ്രധാനമന്ത്രി ബില്ല് അവതരിപ്പിച്ച് സംസാരിക്കുമ്പോൾ ഇതിലേതൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആൻ സെബാസ്റ്റ്യൻ, നോക്കൂ, ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ആത്മാർത്ഥത ഒരു വലിയ വിഷയമാണല്ലോ. BJPക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് 24-ൽ പാസ്സാക്കിയില്ല, ഇപ്പോൾ ഈ നിബന്ധന വെക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ സ്വയവും അങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നിർത്തിയിരിക്കുന്ന വനിതാ സ്ഥാനാർത്ഥികളുടെ ശതമാനം എന്ന് പറയുന്നത് വെറും 9%. നമ്മളുടെ സംസ്ഥാനത്ത് 9% സ്ത്രീകളെ മാത്രമാണ് മത്സര രംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത് കോൺഗ്രസ്. ഇത് 2024-ൽ തന്നെ സംവരണം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്ന കോൺഗ്രസിന് എന്തുകൊണ്ട് സംസ്ഥാനങ്ങളിൽ അത് നടപ്പിലാക്കിക്കൂടാ? അങ്ങനെ ഒരു ചോദ്യം വരുമല്ലോ. അപ്പോൾ ആർക്കാണ് ആത്മാർത്ഥത? ഇത്രയും നാൾ ഭരണം കിട്ടിയിട്ട് നടത്താത്ത കോൺഗ്രസിന് ആത്മാർത്ഥതയുണ്ട് എന്ന് പറഞ്ഞാൽ ജനം വിശ്വസിക്കുമോ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.